മൊണ്ടേക് സിംഗ് അഹലുവാലിയ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ നിയോഗിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. പിന്നീട് ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. പിന്നീട് ഈ ഇപ്പോഴത്തെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയുമായി ചർച്ച നടത്തി, കരാർ ഒപ്പിട്ടു, നിർമ്മാണ ഉദ്ഘാടനം നടത്തി, നിർമ്മാണം ആരംഭിച്ചു. അവിടെ ഒരു ബോർഡ് വെച്ചു, 1000 ദിവസം കൊണ്ട് പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ 2019 പൂർത്തിയാകേണ്ടതായിരുന്നു. അതിനകത്ത് കോമ്പൻസേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ കോമ്പൻസേഷൻ ക്ലാസ് പ്രകാരം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാനും കേട്ടു എന്നല്ലേ, ഓരോ ദിവസം 2019 കഴിഞ്ഞ് നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകിയാൽ അദാനിയുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരിന് വാങ്ങാം. അത് ഒഴിവാക്കി കൊടുത്ത് 2025 ഇത് ഉദ്ഘാടനം നടത്തി. BJP പ്രസിഡന്റ് അവിടെ കയറി ഇരുന്നതിനെ നമ്മുടെ PWD മന്ത്രി ട്രോളുന്നത് ഞാൻ കണ്ടു. PWD മന്ത്രി ട്രോളേണ്ട ആളല്ല, അങ്ങയുടെ മുഖ്യമന്ത്രി അടുത്ത ബന്ധു കൂടിയല്ലേ, അദ്ദേഹത്തോട് ചോദിക്കണ്ടേ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് 8000 കോടി മുടക്കുന്ന ഒരു പദ്ധതിയിൽ BJPയുടെ പ്രസിഡന്റിനെ ഇരുത്തണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണ്ടേ? ആ ഗോവിന്ദൻ മാഷിനെങ്കിലും ഇരുത്താൻ പറയണ്ടേ? കെ സുധാകരനെ ഇരുത്തണമെന്ന് പറയണ്ടേ? പറയാതെ എല്ലാം സമ്മതിച്ചു കൊടുത്തിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം. ആദരണീയനായ ബഹുമാന്യനായ രാജ്യവ്യാപകമായി ഭരണഘടനാ സംരക്ഷണ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിയോടൊപ്പം മല്ലികാർജുൻ ഖാർഗെയോടൊപ്പം ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ KC വേണുഗോപാൽ ഇവിടേക്ക് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വരുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സംവിധാൻ ബച്ചാവോ ആന്തോളൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യം ഈശ്വര പ്രാർത്ഥന ശ്രീ വിനയൻ. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം ശുഭലാം മലയജ ശീതളാം സസ്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. യോഗത്തിൻ്റെ അധ്യക്ഷനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും ആരാധ്യനായ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ MP അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം നമ്മൾ അനുശോചനമാണ് ആദ്യം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് യോഗം ആരംഭിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം. സ്വാഗതം അർപ്പിക്കുവാൻ
ആദരണീയനായ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പാലോട്ട് രവി അവർകളെ സ്വാഗതം. ഇത്രയും പ്രയാസപ്പെട്ട് റാലി നടത്തിയിട്ട് അവിടെ നിൽക്കുന്നതിനേക്കാൾ നന്നായിട്ട് കസേര ഇവിടെ കിടക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബ്ലോക്കിൻ്റെ ബാനറിലാണ് നിങ്ങൾ ജാഥ നടത്തിയത്. അവിടെ ഈ തിങ്ങി കൂടി നിൽക്കുന്നതിനേക്കാൾ ഇവിടെ ഇനി ഒരു 10-60 പേർക്ക് ഈ സുഖമായി 10-60 അല്ല കൂടുതൽ ആൾക്ക് സുഖമായിട്ടിരിക്കാൻ കഴിയുന്ന സൗകര്യമുണ്ട്. അവരിവിടെ വന്നിരിക്കണം. ബ്ലോക്ക് പ്രസിഡന്റുമാർ അതിന് നേതൃത്വം കൊടുക്കണം. ബഹുമാന്യനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മലയാളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, വേദിയിലും സദസ്സിലുമുള്ള ആരാധ്യരും ആദരണീയരുമായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ സമ്മേളനം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പലതുകൊണ്ടും പ്രത്യേകത നിറഞ്ഞ ഒന്നാണ്. നമ്മളിവിടെ ജാഥ നടത്തിയത് രാജ്യത്ത് ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ സമരം ചെയ്യുന്നതും പോരാട്ടം നയിക്കുന്നതും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്നതാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ജനാധിപത്യത്തിൻ്റെ ആത്മാവായ ഇന്ത്യൻ ഭരണഘടന എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തണമെന്നും എന്ത് വില കൊടുത്തും കോൺഗ്രസ് മുക്ത ഭാരതം ആക്കി രാജ്യത്തെ മാറ്റണമെന്നും എന്ത് വില കൊടുത്തും ഭരണഘടനാ മുക്ത ഭാരതമാക്കണം ഈ രാജ്യത്തെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദേശീയ വിഭാഗീയ ശക്തി നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇത്രയും അടിസ്ഥാനപരമായ ഇത്രയും മഹത്തരമായ ഒരു പരിപാടിക്ക് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഭരണഘടന രക്ഷിക്കണം, ഭരണഘടന നമ്മുടെ ജീവനാണ്, ഭരണഘടന ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ജീവനില്ല എന്നുള്ള ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യവ്യാപകമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ കാശ്മീരം തൊട്ട് കന്യാകുമാരി വരെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ഈ റാലി നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ഈ രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ കടുത്ത അനീതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആ അനീതി തുറന്നു കാട്ടി ജനങ്ങളെ നമുക്കതിനെതിരായി അണിനിരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് ഉത്തരവാദിത്വം നമ്മൾ പുറകോട്ട് പോവുകയാണ്. എത്ര നാൾ അടിമയായി കിടക്കണം സഖാക്കളെ, പൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ എന്നതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രോജ്വലമായ മുദ്രാവാക്യം. നമുക്ക് നാളത്തെ തലമുറ അവർ സ്വതന്ത്രരായി ഈ രാജ്യത്ത് ഭരണഘടനയുടെ ആ കീഴിൽ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഗാന്ധിജി ആരംഭിച്ച പോരാട്ടം, ഗാന്ധിജി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടി, ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി ഈ രാജ്യത്ത് ഗാന്ധിജി ആരംഭിച്ച പോരാട്ടം, പ്രിയപ്പെട്ടവരെ, ആ പോരാട്ടം ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ആദരണീയനായ കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജിയുടെ നേതൃത്വത്തിൽ, ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ആരംഭിച്ചിരിക്കുന്നതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് ചരിത്രം പലതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ തലസ്ഥാന നഗരി ഇന്ന് ഈ സായാഹ്നത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഞാൻ മറ്റൊന്നിലേക്കും കടന്നു പോകുന്നില്ല. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ത്യാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബഹുസ്വരതയുടെയും പുരോഗമനത്തിൻ്റെയും പാതകൾ നാം തുറന്നതിനെക്കുറിച്ചോ നമുക്കറിയാം. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ആ ചരിത്രം നമുക്ക് മാറ്റാൻ കഴിയില്ല. ഭരണഘടനയെ ആക്രമിക്കുന്നതിൻ്റെ ഏറ്റവും വേദനാജനകമായൊരു ഉദാഹരണമാണ് ഇന്നും മണിപ്പൂരിൽ ദേവാലയങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു.
ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത്, ജുഡീഷ്യറികളുള്ള രാജ്യത്ത്, ഭരണഘടന ഈ രാജ്യത്ത് ഇല്ല ഉണ്ടോ എന്ന് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ സംശയിക്കത്തക്ക തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ, പല ഗ്രാമങ്ങളിൽ ഈ ഭരണഘടനയെ തകർക്കുന്ന ശ്രമങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ജാഥ വളരെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ജാജ്വല്യമാനമായ ചരിത്ര ഏടുകൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ, നാം ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് വളരെ അത് പറയാതെ DCC പ്രസിഡന്റ് എന്ന നിലയിൽ കടന്നു പോകുന്നത് ശരിയല്ല. വളരെ കുറച്ച് ദിവസമാണ് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ കിട്ടിയത്. പക്ഷേ എനിക്ക് നമ്മുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പറയാൻ കഴിയും, 4 ദിവസം കൊണ്ട് ജില്ലാ കോർ കമ്മിറ്റി കൂടി, ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗം കൂടി, DCC ഭാരവാഹികളുടെ യോഗം കൂടി, 182 മണ്ഡലങ്ങളിലും നമ്മൾ ചുമതലപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ 182 മണ്ഡലങ്ങളിലും കൂടി വാഹനങ്ങൾ പിടിച്ചാണ് നിങ്ങളിവിടെ വന്നത് എന്നുള്ളത് ഭരണഘടനയോടും ഈ പാർട്ടിയോടും ഈ രാജ്യത്തോടുമുള്ള നമ്മുടെ കൂറും നമ്മുടെ കടപ്പാടും വ്യക്തമാക്കുന്ന ഒന്നാണ്. അതിന് പ്രത്യേകമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ എത്തിയ എല്ലാ പാർട്ടി വാർഡ് പ്രസിഡന്റുമാർ, ബൂത്ത് പ്രസിഡന്റുമാർ, BLA മാർ, മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ K. സുധാകരൻ അവറുകളാണ്. ഒരു മുഖവരിയുടെയും ആവശ്യമില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഈ പാർട്ടിയെ നയിക്കുന്ന ആദരണീയനായ KPCC അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ അവറുകളെ ഞാൻ വളരെ സന്തോഷത്തോടെ, ആവേശത്തോടെ, വിനയപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം, കഴിഞ്ഞ 4-5 തലമുറകളുമായി സംഘടനാ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് നമ്മുടെ ഇടയിൽ നിന്ന് വളർന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും, നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഈ മൂല്യങ്ങൾ തകരുന്നതിനെതിരായി പോരാടാൻ തീരുമാനമെടുക്കുന്ന വേദികളിലേക്ക് ചെന്ന് രാഹുൽ ഗാന്ധിയെപ്പോലെ, ഖാർഗെജിയെപ്പോലെ ഉള്ള നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തി രാജ്യത്തിൻ്റെ ഭാവി ഭദ്രതയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും അനിശ്ചിതനായ നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ, അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം, സന്തോഷത്തോടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് അവിടെ വണ്ടി പോകാനുള്ള സൗകര്യം ഉണ്ടാകണം. ബഹുമാനനായ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൽ നമ്മുടെ പാർട്ടിയുടെ ശബ്ദം, അതുപോലെ തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം, അതിനുവേണ്ടി യാത്ര ചെയ്യണം, അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ വ്യാപകമായ ക്യാമ്പയിൻ, ആ ക്യാമ്പയിനാണ് നമ്മൾ കേരളത്തിൽ ശ്രീ സതീശന് നടക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നും നമ്മുടെ പാർട്ടിയെ ഒറ്റക്കെട്ടായി ഒരുമിച്ച്, ഈ പാർട്ടിയെ സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ പാർട്ടിയെ ജനങ്ങളോടൊപ്പം നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുക്കാൻ കെൽപ്പുള്ള ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഞാൻ വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീമതി ദീപാദാസ് മുനിഷി, നമുക്കറിയാം, ഈ സംഘടനാപരമായി വളരെ കെട്ടുറപ്പോടുകൂടി ഒരു പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകും. നമുക്കറിയാം, ബംഗാളിലും CPM, ഇവിടെയും CPM നമ്മുടെ പ്രധാന രാഷ്ട്രീയ ശത്രു. ബംഗാളിലെ നമുക്കറിയാം, എത്രയോ വർഷക്കാലം പ്രിയരഞ്ജൻ ദാസ് മുനിഷി അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി സമർപ്പണത്തോടെ ധീരമായി പോരാടുന്ന ശ്രീമതി ദീപാദാസ് മുനിഷിയെ ഞാൻ വളരെ സന്തോഷത്തോടെ, വിനയത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു ആമുഖവും ആവശ്യമില്ല. വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്ന, എല്ലാ പ്രവർത്തകരുമായി തോളോട് തോട് കൈയിട്ട് മുമ്പോട്ട് നീങ്ങുന്ന നമ്മളിൽ ഒരുവനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ കെ മുരളീധരൻ ഒരു നിത്യ സാന്നിധ്യമായി നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, കാരണം DC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളിലും ഇത്രയും ജാഗ്രതയോടുകൂടി നമുക്ക് ഈ ജില്ലയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന മുൻ KPCC അധ്യക്ഷൻ ശ്രീ കെ മുരളീധരനെ വളരെ വിനയത്തോടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ MM ഹസൻ UDF കൺവീനർ, എത്രയോ പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം ജില്ലയിലെയും കേരളത്തിലെയും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ MM ഹസനെ UDF കൺവീനറെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യാതൊരു വലിയ ശബ്ദമൊന്നുമില്ലാതെ ശ്രീ KC വേണുഗോപാൽ നമ്മുടെ ജില്ലയിലെ വാർഡ് പ്രസിഡന്റുമാരുടെ സമ്മേളനം 1546 വാർഡ് പ്രസിഡന്റുമാരുടെ ഐഡൻറ്റിറ്റി കാർഡ് വിതരണം ചെയ്യുന്ന സമ്മേളനത്തിൽ വന്നു പോയതിന് ശേഷം അദ്ദേഹം കൂടി നിർദ്ദേശിച്ചനുസരിച്ച് 14 നിയോജകമണ്ഡലങ്ങളിലും നമ്മൾ വാർഡ് പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് വിളിച്ചു. എല്ലാ യോഗങ്ങളിലും 3 മണിക്കൂർ 4 മണിക്കൂർ ഓരോ വാർഡ് പ്രസിഡന്റുമാരുടെയും എടുത്ത് അവരോട് സംസാരിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ അടിത്തറ ശക്തമാക്കുന്നതിന് നമ്മളോടൊപ്പം നിൽക്കുന്ന AICC സെക്രട്ടറി ശ്രീ VK അറിവഴകനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മൻസൂർ അലി ഖാൻ മലബാർ മേഖലയിൽ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന AICC സെക്രട്ടറിയാണ്. ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നതിലുള്ള അത്യധികമായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിഷ്ണുനാഥ് ഇവിടെ സംസാരിച്ചു. വിഷ്ണുനാഥ് നമ്മുടെ ചുമതലക്കാരനാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. KP ശ്രീകുമാർ ഈ ജില്ലയുടെ ചുമതലയുള്ള എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളിലും DCCയോടൊപ്പം സഹകരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പഴകുളം മധു, ശ്രീ MM നസീർ, എൻ്റെ സഹപ്രവർത്തകൻ DCC പ്രസിഡന്റ് പത്തനംതിട്ട പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, അതുപോലെ ശ്രീ P രാജേന്ദ്ര പ്രസാദ് കൊല്ലം DCC പ്രസിഡന്റ്, ഇവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ലിജു ആണ് ഈ സമ്മേളനം നമുക്കിത് നടത്തിയേ തീരൂ. 6-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ചിലുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിയത്. എല്ലാ മണ്ഡലങ്ങളും ബ്ലോക്കുകളൊക്കെ കൂടി 6-ാം തീയതി വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്നുള്ള ശ്രമം നമ്മൾ നടത്തി. അപ്പോഴാണ് ഇതിന് ഒരു വലിയ ശരിയാണ്, ഇതിനാണ് പ്രയോറിറ്റി. രാജ്യത്തിൻ്റെ അടിത്തറ നോക്കി ഇതിന് തന്നെയാണ് മുൻഗണന. അതിലേക്ക് അപ്പം നമുക്ക് 2-3 ദിവസം വീണ്ടും പുറകോട്ട് വരേണ്ടി വന്നു. അതിന് നമ്മോടൊപ്പം നിന്നുകൊണ്ട് തന്നെ DCCയിൽ നടന്ന എല്ലാ യോഗങ്ങളിലും ശ്രീ ലിജുവും പങ്കെടുത്തു. അതുപോലെ നിശ്ചയമായും ആ ഒരു പങ്കാളിത്തത്തിനും ആ ഒരു സഹകരണത്തിനും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ബൂത്ത് പ്രസിഡന്റുമാർ, BLAമാർ, വാർഡ് പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, പിന്നെ എല്ലാം ഞങ്ങൾ നേതാക്കന്മാരാണ്. KPCC മെമ്പർമാർ, DCC ഭാരവാഹികൾ, ബാക്കിയുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജാഥ ഇവിടെ നടത്തുന്നതിന് ഞങ്ങളൊരു 3-4 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ ഈ കോർ കമ്മിറ്റി കൂടിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം, PC വിഷ്ണുനാഥ് വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളത് വളരെ വിശദമായി നമ്മുടെ ജില്ലാ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് നമ്മളിവിടെ വലിയ പ്രകടനവും നമ്മൾ നടത്തുകയുണ്ടായി. പക്ഷെ അന്ന് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ ഇന്ന് ഈ ജാഥയിൽ പങ്കെടുപ്പിച്ചത് കോവളം നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട ശ്രീ M വിൻസെൻ്റ് എം എൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വിൻസെൻ്റ് MLA, നമ്മുടെ ജില്ലയിലെ MLA കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കും. അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കരുത്തായ ശ്രീ K സുധാകരൻ MP അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ വിശിഷ്ട അതിഥികൾ, പ്രിയങ്കരനായ
AICC ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ MP, ശ്രീ ജെയ്സൺ ജോസഫ്, ശ്രീ ദീപാദാസ് മുൻഷി, VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ്, K മുരളീധരൻ, MM ഹസൻ, VK അരിവഴകൻ, മൻസൂർ അലിഖാൻ, PC വിഷ്ണുനാഥ്, KP ശ്രീകുമാർ, പഴകുളം മധു, MM നസീർ, P സതീഷ് കൊച്ചുപറമ്പിൽ, P രാജേന്ദ്ര പ്രസാദ്, വേദിയിലുള്ള മറ്റ് നേതാക്കൾ, പ്രിയപ്പെട്ട MLA മാർ, MP മാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒന്ന് ആ ബാക്കിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ മുമ്പോട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് കസേലയിൽ ഇരുന്നാട്ടെ. എല്ലാവരും വാ ഇങ്ങോട്ട്, എല്ലാവരും ഇങ്ങോട്ട് വാ. ഇവിടെ കസേലയിൽ വന്നിരിക്കാൻ പറ പ്ലീസ്. എല്ലാവരും ഇങ്ങോട്ട് വരൂ. സംവിധാൻ ബച്ചാവോ റാലി പൊതുസമ്മേളനം എല്ലാം നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യത്തിൻ്റെ ഇതപരതമല്ല ചരിത്രം മുഴുവൻ നിറയുന്നവരാണ് നിങ്ങളൊക്കെ. ഇന്ത്യ രാജ്യത്തിൻ്റെ അസ്തിത്വം അതൊരു അത്ഭുതമാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ രാജ്യം ചിതറിക്കിടന്ന ഒരു മണ്ണാണ്. എല്ലാം വൈവിധ്യങ്ങളും വ്യത്യസ്തതകളുമാണ്. ജാതി, മതം, ഭാഷ, സംസ്കാരം, ആചാരം, അനുഷ്ഠാനം എല്ലാം വ്യത്യസ്തമാണ്. ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ലോകത്തിൽ ഒരു ചരിത്രകാരനും ഒരു ഭരണാധികാരിയും ഒരു രാഷ്ട്രീയക്കാരനും വിശ്വസിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. നിരവധി രാഷ്ട്ര നേതാക്കന്മാർ പറഞ്ഞു ഇന്ത്യ നിലനിൽക്കില്ല. ഇവിടെ ഭാഷകൾ വ്യത്യസ്തം, ഇവിടെ സംസ്കാരം വ്യത്യസ്തം, ഇവിടെ ആചാരം വ്യത്യാസം, ഇവിടെ അനുഷ്ഠാനം വ്യത്യാസം, എല്ലാം വ്യത്യസ്തങ്ങൾ. ഈ വ്യത്യസ്തതകളെ കോർത്തിണക്കാൻ ആർക്ക് സാധിക്കും? ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്റർ കോളത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തൊരു ലേഖനം എഴുതി. അതിൽ എഡിറ്റർ കോളത്തിൽ പറഞ്ഞത് നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് മെനി നേഷൻസ്, സോ ഇന്ത്യ വിൽ റൂയിൻ എന്നാണ്. ഈ ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്നൊരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യ തകരുമെന്ന് പറഞ്ഞ ലോകത്തിലെ ഭരണാധികാരികൾ, ലോകത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ, അവരെല്ലാം അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യം എന്ന് ലോകത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രത്തിൽ ഒന്നായി മാറിയത് എന്ന് നിങ്ങൾ ഓർക്കണം. ആരെ കൊണ്ട്, എന്തുകൊണ്ട്, ആരാണ് അതിൻ്റെ പിറകിൽ? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ അരിയില്ല, ഇവിടെ തുണിയില്ല, ഇവിടെ പണിയില്ല, ഇവിടെ വിദ്യാഭ്യാസമില്ല, ഇവിടെ ശാസ്ത്രമില്ല, ഇവിടെ ഒന്നുമില്ലാത്ത നാടായിരുന്നു ഇന്ത്യ രാജ്യം. വീടുകളിൽ നിന്ന് ഗുരുക്കന്മാരുടെ മുമ്പിൽ അക്ഷരമാല എഴുതുന്ന വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. നൗ വേർ ആർ വി? എവിടെയാണ് ഇന്ത്യ? അരി കയറ്റാത്ത, അരിയില്ലാത്ത ഇന്ത്യ രാജ്യത്ത് ഇന്ന് 12 രാഷ്ട്രങ്ങൾ അരി കയറ്റി അയക്കുന്നതിൽ ഒന്ന് ഇന്ത്യയാണ്. തുണിയില്ലാത്ത രാഷ്ട്രം. എൻ്റെ നാട്ടിലെ അമ്മമാർ, പ്രായമുള്ള അമ്മമാർ, മാറുമറക്കാൻ തുണിയില്ലാത്ത അമ്മമാർ, തോർത്തുമുണ്ട് പൊതിച്ചു പോയ അമ്മമാരുടെ ചിത്രമൊക്കെ ഇന്നും എൻ്റെ കണ്ണിൻ്റെ അഭ്രപാളയിൽ സൂക്ഷിക്കുന്നുണ്ട്, നിഴലിക്കുന്നുണ്ട്. ഇവിടെ വസ്ത്രം, ഇന്ന് വസ്ത്രം കയറ്റി അയക്കുന്ന 13 രാജ്യത്തിലൊന്നാണ് ഇന്ത്യ രാജ്യം. വിദ്യാഭ്യാസം നാം എവിടെയെത്തി? എൻ്റെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ, നാട്ടിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തെ തേടി വിദേശ രാഷ്ട്രങ്ങളിൽ അങ്ങനെ ചുറ്റികട്ടിക്കുകയാണ്. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ കണ്ടു, അവിടെ ഒരു 300-350 ഇന്ത്യയിലെ കുട്ടികൾ, സൗത്ത് ഇന്ത്യയിലെ കുട്ടികൾ അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നു, അവർ സൈഡ് ജോലി ചെയ്യുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അവർ പഠിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്ന ആയിരക്കണക്കിന് കുട്ടികൾ വിദേശത്ത് ഇന്ത്യക്കാരായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. എന്തുകൊണ്ടാ? ഇവിടെ വിദ്യാഭ്യാസം കിട്ടിയെന്നതുകൊണ്ടാ. ഇവിടെ ശാസ്ത്രമുണ്ട്. ഇന്ന് നമുക്ക് നേരത്തെ ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടില്ല, ഇപ്പൊ ശാസ്ത്രമുണ്ട്. ലോകത്തിലെ ഏത് കണ്ടുപിടുത്തത്തിന്റെയും മുമ്പിൽ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ അറിവും പങ്കാളിത്തവും ഉണ്ട് എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഇന്ത്യ ആരുണ്ടാക്കിയ ഇന്ത്യയെ? ആരാണ് ഈ രാഷ്ട്രത്തെ ഇതുപോലെ ഉണ്ടാക്കിയത്? അതിനെ എല്ലാം തുലനം ചെയ്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ നേതാക്കന്മാരുണ്ടെങ്കിലും നേതാക്കന്മാരോടൊപ്പം ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറ എന്നെൻ്റെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുക. അടിത്തറ എഴുതിയുണ്ടാക്കിയതും കോൺഗ്രസ് നേതാക്കളാണ്.
കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ നിന്ന് വന്നതാണ് ഈ ജനാധിപത്യം, മതേതരത്വം. ഇതെല്ലാം ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മാത്രം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് അഭിമാനിക്കാൻ നമുക്കെല്ലാം വകയുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദീർഘമായൊരു പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. നല്ല ചൂട്, വട്ടുപിടിക്കുന്ന ചൂട്. അതുകൊണ്ട് വാക്കുകൾ കുറക്കുകയാണ് ഞാൻ. ഇവിടെ ഇന്നിപ്പോൾ നടക്കുന്നത് നമ്മുടെ സംവിധാൻ ബച്ചാവോ റാലിയുടെ പൊതുസമ്മേളനമാണ്. നിങ്ങൾക്കറിയാം സംവിധാൻ ബച്ചാവോ റാലി എങ്ങനെയാണ്, എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന സേവനം നിങ്ങൾ ചെറുതായി കാണരുത്. കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ രംഗത്തും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനവും രാഹുൽ ഗാന്ധിയുടെ ശബ്ദവും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവുമാണ് ഇന്ത്യ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. മണിപ്പൂർ നിങ്ങൾ കണ്ടില്ലേ? മണിപ്പൂരിൽ ആര്? ബി ജെ പിയുടെ ഗുണ്ടകൾ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ വെടിവെച്ച് കൊന്ന് വീടുകളിലൊക്കെ അടിച്ചു പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി. ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കാതെ മണിപ്പൂർ കൈവിട്ടു. ഭരിക്കുന്ന ബി ജെ പിയുടെ പാർട്ടി, ആ പാർട്ടിയുടെ ഒരു MLA പോലും ആ മണിപ്പൂർ നോക്കാൻ പോയില്ല. ഒരു മന്ത്രി പോലും ആ മണിപ്പൂർ നോക്കാൻ പോയില്ല. നൂറുകണക്കിന് ആളുകൾ അവിടെ മരിച്ചു വീണു. ആരും ഉണ്ടായില്ല ചോദ്യം നോക്കാനും പിടിക്കാനും. ഒടുവിലെത്തിയത് ആരാണ്? ഞങ്ങളുടെ പ്രിയപ്പെട്ട ചങ്കായ നമ്മുടെ രാഹുൽജിയാണ് അവിടെ പോയതും കണ്ടതും അവരെ സമാശ്വസിപ്പിച്ചതും. അതിനൊരു നേതാവുണ്ട്, അതിനൊരു അവതാരമുണ്ട്, അതിനൊരു ബഹുസ്വരതയുണ്ട്. അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ നടത്തം, രാഹുൽ ഗാന്ധി 428 കിലോമീറ്റർ നടന്നു. എവിടെ നടന്നു? ഈ വെയിലത്തും മഴയത്തും അദ്ദേഹം ഈ രാജ്യം മുഴുവൻ നടന്ന് ജനങ്ങളെ കണ്ട്, ജനങ്ങളെ ആശ്വസിപ്പിച്ച്, ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത്, ജനങ്ങൾക്ക് ഭാവിയിലെ ഒരു പ്രതീക്ഷ കൊടുത്ത് അദ്ദേഹം ജനമനസ്സിൻ്റെ അകത്ത് ജനാധിപത്യത്തിന്റെ കരുത്ത് അദ്ദേഹം വെട്ടിത്തെളിയിച്ച നേതാവ് രാഹുൽ. ഇന്ത്യ പ്രധാനമന്ത്രി, രാഷ്ട്രപിതാവിന് ശേഷം ഇന്ത്യ രാജ്യത്ത് മതേതരത്വവും എല്ലാ രാജ്യത്തിൻ്റെ അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഓടിച്ചാടി വിയർത്ത് നടന്ന രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ ഒരു വലിയ തൂണാണ്, ബിംബമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തോടൊപ്പം ഒട്ടി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. രാഹുൽജിയുടെ ശിഷ്യനാകാൻ, രാഹുൽജിയുടെ അനുയായിയാവാൻ, അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കാൻ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ കാര്യമായി ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിടുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ശ്രീ വേണുഗോപാലാണ്. വേണുഗോപാലും ഞാനും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ ബന്ധം മാത്രമല്ല, ഞങ്ങളുടെ അയൽവക്കക്കാരാണ്. എൻ്റെ വീടും വേണുവിൻ്റെ വീടും അടുത്ത വീടാണ്. കുട്ടിപ്രായം മുതൽ നമ്മൾ തമ്മിൽ കാണുകയും കളിക്കുകയും ചെയ്യുന്നവരാണ്. അദ്ദേഹം എന്നും എൻ്റെയും ഞാൻ അദ്ദേഹത്തിൻ്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയങ്കരനായ CK വേണുഗോപാൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അതിനുശേഷം ബാക്കി നേതാക്കന്മാരെ വിളിക്കാം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, മുൻ KPCC പ്രസിഡന്റുമാർ പ്രിയങ്കരായിട്ടുള്ള ശ്രീ K. മുരളീധരൻ, ശ്രീ MM ഹസൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ പാലൂർ രവി, കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ, KPCCയുടെ ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, എത്രയും പ്രിയപ്പെട്ട തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ ആത്മാവായി പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി തന്നെ
സംവിധാൻ ബച്ചാവോ റാലി അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തെ കൂരിത്തിരിപ്പിച്ചുകൊണ്ട് അത്യുജ്വല പ്രകടനമാക്കി മാറ്റിയ നിങ്ങളെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുകയാണ്. മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് 1924 ഡിസംബർ മാസം 26-ാം തീയതിയാണ്. ഒരു വർഷം മാത്രമാണ് മഹാത്മാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. ആ സമ്മേളനം നടന്നത് ബൽഗാവിൽ വെച്ചായിരുന്നു. അതിൻ്റെ 100 വർഷം തികയുന്ന വർഷത്തിലാണ് 2024 ഡിസംബർ 26-ന് നമ്മൾ കോൺഗ്രസിൻ്റെ എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി കൂടി അവിടെ ഒരു പ്രമേയം പാസാക്കി പരിപാടികളുമായി മുന്നോട്ട് നീങ്ങിയത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മജി നടത്തിയ പോരാട്ടം, കോൺഗ്രസ് നടത്തിയ പോരാട്ടം, അത് വിജയത്തിലെത്തി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വതന്ത്രാനന്തരത്തിൽ ശ്രീ സുധാകരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുരോഗതിയുടെ ഒരുപാട് ജൈത്രയാത്രകൾ നമ്മൾ നടത്തുകയുണ്ടായി. കോൺഗ്രസ് ഒരുപാട് നാൾ രാജ്യം ഭരിച്ചു. കഴിഞ്ഞ 11 വർഷക്കാലമായി കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് ഈ നാടിന് മുന്നിലേക്ക് വെച്ച ഏറ്റവും മഹത്തരമായ ഒന്ന്, കോൺഗ്രസിന് വേണമെങ്കിൽ അന്ന് തീരുമാനിക്കാമായിരുന്നു ഈ രാജ്യം കോൺഗ്രസ് മാത്രം ഭരിച്ചാൽ മതി. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വട്ടം ആലോചിച്ചിട്ടില്ല നമ്മുടെ നേതാക്കന്മാർ. അവർ തീരുമാനിച്ചു ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആകണം എന്നുള്ളത്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന ഉണ്ടാകണം. ഇന്ത്യയിലെ പൗരന്മാർക്ക് പരമാധികാരം നൽകുന്ന അവരുടെ അവകാശങ്ങളെ പരിപൂർണമായും സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണഘടന. ലോകത്തിലെ പല ഭരണഘടനകളും എടുത്ത് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഭരണഘടന അഭിമാനപൂർവ്വം പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാനായ അംബേദ്കർജിയും ഈ നാട് നൽകിയ ഭരണഘടന ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു ഭരണഘടനയാണ്. നമ്മൾ ഭരിക്കുമ്പോൾ ആ ഭരണഘടനയിൽ ഊന്നിയുന്നുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ ഭരണഘടന ഏറ്റവും തീവ്രമായ അക്രമത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ഭരണഘടനാ തത്വങ്ങൾ പാലിക്കപ്പെടുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള ഏജൻസികൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ, സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. ഈ നാട്ടിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളായാലും വ്യക്തികളായാലും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം, അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അവർക്ക് നിലപാടുകൾ തുറന്നു പറയാനുള്ള അവകാശം അതിന്ന് ഈ രാജ്യത്തില്ല. സ്വതന്ത്രമായ നിലപാടില്ല എന്ന് മാത്രമല്ല, നിലപാടെടുക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവരെ വളഞ്ഞു പിടിച്ചാക്രമിച്ച് ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ED, അതൊരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. രാജ്യത്തിൽ സമ്പദ്ഘടനയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരായി നിയമം നിർമ്മിക്കുക, അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെട്ട ഏജൻസിയാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഇന്ന് BJPയും മോഡിയും അവരുടെ പാർട്ടി ഡിപ്പാർട്ട്മെൻ്റാക്കി മാറ്റി അധപ്പതിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഈ രാജ്യത്ത് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ എടുത്തു നോക്കണം, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 193 കേസുകളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത്. 10 വർഷക്കാലത്തിനിടയിൽ 193 കേസുകൾ. ഈ 193 കേസിൽ 2 എണ്ണത്തിൽ മാത്രമാണ് അവർക്ക് കാതലായ തെളിവുണ്ടെന്ന് കണ്ട് ശിക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1%, 100 കേസുകൾ ഉണ്ടാകുമ്പോൾ 1 കേസാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കി 99 കേസുകളും രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ്. CBI അങ്ങനെ തന്നെയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി അതാണ്. എന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ പോലും നാട്ടിൽ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ നാട്ടിലെ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത വണ്ണമുള്ള സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്ന കമ്മീഷനായി മാറ്റപ്പെടുകയാണ്. ഇത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസ് പറഞ്ഞത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യഘടകങ്ങളായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പോലും അതിഭീകരമായ കൃത്രിമങ്ങൾ, അഡീഷൻ ആൻഡ് ഡിലീഷൻസ് ചോദ്യം ചെയ്താൽ നടപടിയില്ല. അപ്പൊ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന, ഭരണഘടന പ്രദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളെയും തകർക്കാൻ ഭരണഘടനയിലൂടെ വന്ന ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് കാണാൻ കഴിയുന്നത്. ബെൽഗാവി സമ്മേളനം ആ പ്രമേയമാണ് അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധി കൊണ്ടുവന്ന ഇന്ത്യ രാജ്യം, ആ മഹത്തരമായ ജനാധിപത്യ രാജ്യം അതിതീവ്രമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭരണഘടനയും നമ്മുടെ പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് ജനങ്ങളെ വിഭജിക്കാൻ എങ്ങനെ പറ്റും, അതിനുള്ള ഗവേഷണം ഓരോ ദിവസവും പുതിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഗവേഷണങ്ങൾ നിസ്സാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഏജൻസികൾ ഇതേപോലെ തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിനെയും. നിയമം നിർമ്മിക്കേണ്ട പാർലമെന്റ്, ഭൂരിപക്ഷമുള്ളവർ പാർലമെന്റിലെ നിയമം പാസാക്കും.
പക്ഷെ പാർലമെന്റ് എന്ന് പറയുന്നത് ഭൂരിപക്ഷമുള്ള ഭരണകക്ഷിക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ പാർലമെന്ററി നിയമങ്ങളനുസരിച്ച്, കീഴ്വഴക്കങ്ങളനുസരിച്ച് പാർലമെന്റ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. കാരണം ഇന്ത്യയുടെ ജനങ്ങളെ രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെ തമസ്കരിക്കാൻ, തകർക്കാൻ ഏത് വിധേനയുമുള്ള ഇറങ്ങിപ്പുറപ്പെടാണ് അവർ. നിയമങ്ങൾ നിർമ്മിക്കുന്നത് സുഹൃത്തുക്കളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഭരിച്ച ഈ മഹത്ത രാജ്യം, അങ്ങനെ പ്രാമാണികന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഭരിച്ച ഈ രാജ്യം, ഒരുപാട് പ്രഗത്ഭവതികളായിട്ടുള്ള നേതാക്കന്മാർ ഭരണം കൈവാളിയ ഈ രാജ്യത്ത് അന്ന് രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത്, സാധാരണ നിയമം നിർമ്മിക്കുന്നത്, നമ്മൾ പറയാറുണ്ട് ഭരണാധികാരികൾ രാജ്യത്ത് നിയമം നിർമ്മിക്കേണ്ടത് അവരുടെ ഹൃദയം കൊണ്ടായിരിക്കണം, അവരുടെ തലച്ചോറ് കൊണ്ടായിരിക്കരുത്. ഹൃദയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ മാത്രമേ അവിടെ സ്നേഹമുണ്ടാവൂ. ഓരോ നിയമത്തിൻ്റെയും മുന്നിൽ ആ നിയമം ഏറ്റവും ഒടുവിൽ എഫക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ കാണണം. ഒരു നിയമം നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ നിയമം മൂലം അത് ബാധിക്കപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ക്യൂവിൽ നിൽക്കുന്ന കണ്ണി ആരോടോ ജനം, അവരെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം ഭരണാധികാരികൾ നിയമം നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഹൃദയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് ആലോചിച്ച് നിർമ്മിക്കുമ്പോൾ ആ നിയമം സ്നേഹം കൊണ്ടുള്ള ഒരു കെട്ടുറപ്പായി മാറും. ഇത് നാഗ്പൂരിലെ തലച്ചോറല്ല ഇന്ത്യ രാജ്യത്ത് നിയമം ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ അതുകൊണ്ടാണ് വഖഫ് നിയമം പോലെയുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് പാസ്സാക്കപ്പെടുന്നത്. ഇവിടെ എന്താ പ്രചരണം? രാജ്യത്തെ സ്വത്ത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിനാണ്. നിങ്ങളുടെ സ്വത്ത് നാളെ കവർന്നെടുക്കും. ആരുടെ സ്വത്തും വേണമെങ്കിൽ വഖഫാക്കാം. ആരുടെ പ്രോപ്പർട്ടിയും, നിങ്ങളുടെ പ്രോപ്പർട്ടിയും എൻ്റെ പ്രോപ്പർട്ടിയും വഖഫാക്കാം. BJPയുടെയും സംഘപരിവാറിൻ്റെയും സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പ്രചരിപ്പിക്കുന്ന കാര്യം അതായിരുന്നില്ലേ? ഈ ബില്ല് പാസ്സാക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിയും വഖഫായി പ്രഖ്യാപിക്കാം. ആർക്കും സുരക്ഷിതമില്ല. ഹിന്ദു സമൂഹത്തിന് ഇടയിൽ പോലും ഭീതിയുണ്ടാക്കി, ക്രൈസ്തവ സഹോദരന്മാരുടെ ഇടയിൽ പോലും ഭീതിയുണ്ടാക്കി ഈ നിയമം പാസ്സാക്കി. ആ നിയമം നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അത് ഈ രാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിയമം? അവിടെ ആർട്ടിക്കിൾ 26 എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വകുപ്പാണ്. എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. അതെൻ്റെ വിശ്വാസമാണ്. എനിക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം പറയുമ്പോൾ എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിങ്ങൾ സഹോദരന്മാർ അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി ക്രൈസ്തവർ പ്രാർത്ഥിക്കും. ആർട്ടിക്കിൾ 26 അതാണ്. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ ഒക്കെയുള്ള അവകാശം കൊടുക്കുന്ന വകുപ്പാണ് ആ വകുപ്പ്. ഇന്ത്യൻ ഭരണഘടന നൽകിയ വകുപ്പ്. ആ വകുപ്പ് പൂർണ്ണമായി എതിർത്തുകൊണ്ടാണ് നമ്മൾ പാർലമെൻറ്റിൽ ഞങ്ങളിത് പ്രസംഗിച്ച് ചോദിച്ചു. അതിലെ പല ക്ലോസുകളുണ്ട്, ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ക്ലോസ് മാത്രം, വഖഫ് അള്ളാഹുവിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെടുന്നതാണ് വഖഫ് പ്രോപ്പർട്ടിയായിട്ട് മാറുന്നത്. വിശ്വാസികൾ അങ്ങനെ മാറുന്ന പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡും വഖഫ് കൗൺസിലും അത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ടാണോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായ ചോദ്യം. അങ്ങനെ പാടില്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്തുക്കളും ക്ഷേത്രകാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ബോർഡിന് അധികാരമുണ്ട്. അതിലേതെങ്കിലും ഹിന്ദുവല്ലാത്ത ആളെ പെടുത്താൻ തീരുമാനിച്ചാൽ അതിനെ ആദ്യം എതിർക്കുന്നത് നമ്മളെല്ലാം ആയിരിക്കില്ലേ? അത് പാടില്ലല്ലോ. അത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് നടക്കേണ്ട സ്ഥാപനങ്ങൾ ആ ഹിന്ദു വിശ്വാസത്തിലല്ലാത്തവർ വന്ന് നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനവസരങ്ങൾ ഉണ്ടാവും. ഇത് കണ്ടിട്ടാണ് നമ്മൾ കേരളത്തിൽ നിയമം പാസ്സാക്കിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് ഇടതുപക്ഷവും ഭരണപക്ഷവും നമ്മൾ ഒന്നിച്ചു വന്നപ്പോൾ
ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് MLA-മാരുടെ ഒരു പ്രതിനിധിയുണ്ട്. അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഹിന്ദു MLA-മാരുടെ പ്രതിനിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു MLA നമ്മുടെ ഉള്ള കാലത്ത് വിശ്വാസമുള്ള ഹിന്ദു MLA-മാരായിരുന്നു UDF ആദ്യം കൊണ്ടുവന്ന നിയമം. മാർക്സിസ്റ്റുകാർ വന്നപ്പോൾ വിശ്വാസികളില്ലാത്തവർ കൂടുതലുള്ളതുകൊണ്ട് അകത്ത് വിശ്വാസം കള്ളത്തരം ഉണ്ടെങ്കിലും പുറത്ത് വിശ്വാസി അല്ലാന്ന് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ മാറ്റിയതാണ് ഹിന്ദു എന്നുള്ളത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് സ്പിരിറ്റ് ഒന്നാണ്, അത് ക്ലിയർ സ്പിരിറ്റാണ്. ഇത് ഞങ്ങൾ ചോദിച്ചു ലോക്സഭയിൽ. അന്തിമവിധി വന്നിട്ടില്ല കോടതിയിൽ. പക്ഷേ സുപ്രീം കോടതി ഇതേ ചോദ്യം അവരോട് ചോദിച്ചു. ഇത് പറയുന്ന നിങ്ങൾ ഏതെങ്കിലും മറ്റു സമുദായങ്ങളുടെ ഇത്തരം സമിതികളിൽ അന്യ സമുദായക്കാരെ പെടുത്തുമോ എന്ന ചോദ്യം, അതേ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇത് ടാർഗറ്റഡ് ലെജിസ്ലേഷനാണ്. മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഈ രാജ്യത്ത് നിന്നും ഒറ്റപ്പെടുത്തണം, അവരെ ഇല്ലാതാക്കണം, അതിനുവേണ്ടി നിയമമുണ്ടാക്കാൻ അവർക്കെതിരായിട്ട് വർഗീയത പ്രചരിപ്പിച്ച് വിഷം പ്രചരിപ്പിച്ച് ഹിന്ദുവിൻ്റെ മനസ്സിൽ ഇല്ലാത്ത പകയും വിദ്വേഷവും ഉണ്ടാക്കി കലാപത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കണം. ഹിന്ദുവും മുസ്ലിമിനും കണ്ടാൽ മിണ്ടാൻ പാടില്ല, ഹിന്ദുവും മുസ്ലിമിനും കണ്ടാൽ സ്നേഹിക്കാൻ പാടില്ല, അവന് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ മാത്രം നിലനിർത്തണം എന്നുള്ള ആശയത്തിൻ്റെ ആ ഒരു തലച്ചോറാണ് വഖഫ് ബില്ല്. ഞങ്ങളന്ന് പറഞ്ഞു, അന്നെന്താ പറഞ്ഞത്? അമിത്ഷാ പ്രസംഗിച്ചു പാർലമെൻറ്റിൽ. മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾ സംസാരിച്ചതാണ് അന്ന്. ആ ദിവസം അമിത്ഷാ പ്രസംഗിച്ചു, ഇത് നടപ്പിലാക്കിയ ഞങ്ങൾ നടപ്പിലാക്കുന്ന മുനമ്പത്തെ പാവപ്പെട്ടവരെയും കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കിരൺ റിജുവും പ്രസംഗിച്ചു പാർലമെൻറ്റിൽ. അതേ കിരൺ റിജു മുനമ്പത്ത് വന്ന് പറഞ്ഞു, ഉറങ്ങാൻ കള്ള് വീണ്ടും കുടിക്കണം വേറെ, അതായത് ഈ നിയമം കൊണ്ട് മുനമ്പത്തേക്ക് പ്രശ്നം തീർക്കുകയില്ല, അത് നിയമപരമായി പോകണമെന്ന് അതേ കിരൺ റിജു വന്ന് പറഞ്ഞു. മുനമ്പം കാര്യത്തിൽ ജയിലിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ഒറ്റ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ കബളിപ്പിച്ച്, അവരെ തെറ്റിദ്ധരിപ്പിച്ച്, അവരിൽ മുസ്ലിം വിരോധം കൊത്തിവെപ്പിച്ച് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലടിപ്പിക്കാനുള്ള ഗവേഷണം നടത്തി അത് കുത്തിവെപ്പിച്ച് വഖഫ് ബില്ല് പാസ്സാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തി അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച ജോലി അമിത്ഷായും കിരൺ റിജുവും ചെയ്തതാ. അന്ന് തന്നെ വഖഫ് ബില്ല് പാസ്സാക്കിയ അന്ന് തന്നെ ഓർഗനൈസറിൽ ലേഖനം വരുന്നു. അതായത് വഖഫ് ബില്ലിൽ മുസ്ലിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്വത്തുള്ളത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കാണ്. അത് അന്നത്തെ ലേഖനമല്ല, 2021 ജൂണിലാണ് ഓർഗനൈസർ അത്തരമൊരു ലേഖനം എഴുതിയത്. അതായത് വഖഫ് നിയമത്തിന്റെ ചർച്ച തുടങ്ങുന്നതിന് എത്രയോ മുൻപ് തന്നെ അത്തരമൊരു ലേഖനം ഓർഗനൈസറിൽ വന്നിരുന്നു. പക്ഷെ കേരളം കണ്ണുവെച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, നമ്മൾ എമ്പുരാനിൽ പറയുന്നത് പോലെ കേരളത്തിലേക്കുള്ള ഒരു കണ്ണിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആ കണ്ണിൻ്റെ പുറത്ത് ക്രിസ്ത്യാനികളുടെയൊക്കെ രണ്ടാമത്തേക്ക് മാറ്റി, ഫസ്റ്റ് ടാർഗറ്റ് മുസ്ലിമാക്കി മാറ്റി. അതുകൊണ്ടാണ് വഖഫ് ബില്ല് കൊണ്ടുവന്നത്. പിന്നെ രാഹുൽ ഗാന്ധി അടക്കം ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഓർഗനൈസർ ആ ലേഖനം പിൻവലിച്ച് തടിയൂരത്. പക്ഷെ ആ ലേഖനം അന്നത്തെ ലേഖനമല്ല, അത് 2021 ലേഖനമാണ്. അവർ കണക്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണ്? ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ സംരക്ഷണങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ്. ഇവിടെ കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ സ്നേഹിതന്മാരെ. കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്മിശ്ര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും നായരും ഈഴവനും നമ്പൂതിരിയും ദളിതരും എല്ലാ സമൂഹമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. എണ്ണിയാൽ ഒടുങ്ങാത്ത ജാതിയും മതങ്ങളുമുള്ള രാജ്യം. ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയും. അതുകൊണ്ട് ആരെ ആക്രമിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. ഇന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാകും. നാളെ ക്രൈസ്തവരെ ആക്രമിച്ചാലും ഹിന്ദുവിനെ ആക്രമിച്ചാലും ദളിതനെ ആക്രമിച്ചാലും പിന്നോക്കക്കാരനെ ആക്രമിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് വില കൊടുത്തുമുണ്ടാകും എന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലൂടെ പറയുന്നത്. അങ്ങനെ പോകാൻ
ഇപ്പോൾ ചർച്ച എന്താണ്? കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് TV തുറക്കാൻ പറ്റില്ല. തുറന്ന് കുറഞ്ഞാൽ വെടിപൊട്ടുന്ന ഒച്ചയാണ്. ഈ വെടി പൊട്ടുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാകിസ്ഥാനെതിരായിട്ടാണ് വെടി പൊട്ടിയതെന്ന്. അല്ല, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വെടി അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ആക്രമിക്കും, നാളെ ആക്രമിക്കും, മറ്റന്നാൾ ആക്രമിക്കും, വെറുതെ വിടില്ല, വേരോടെ പിഴുതെറിയും. ആൺകുട്ടികൾ ഈ രാജ്യത്ത് ഭരിച്ചിരുന്നു. പാകിസ്ഥാൻ ഒരക്ഷരം മിണ്ടിയപ്പോൾ പാകിസ്ഥാന് ഒരു കാലത്ത് പിന്നെ കുറേ കാലത്തേക്ക് ചിന്തിക്കാൻ പോലും വക നൽകാതെ അവർക്ക് ചുട്ട മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് ഈ പറയുന്നത്. അമേരിക്കയോട് പോലും 5ാം കപ്പൽപ്പട ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യ അറിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അമേരിക്ക അറിയേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് അതിനെ വരാൻ സമ്മതിക്കാത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് പറയുന്നത്. ഞങ്ങൾ ഈ യുദ്ധമുണ്ടായപ്പോൾ ഞാനന്ന് ശ്രീനഗറിലുണ്ട് സഹോദരന്മാരെ, ഞാനന്ന് ശ്രീനഗറിലുണ്ട്. പിന്നെ ജമ്മു കാശ്മീരിലെ ചീഫ് സെക്രട്ടറി ഞങ്ങളുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിലുണ്ടായിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഓടി വന്ന് എന്നോട് വന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വിവരം കിട്ടിയിട്ടുണ്ട്, എനിക്ക് പോയേ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് പോകണം. അറിയുന്നത് ആദ്യം ഒരാൾ മരിച്ചു എന്നാണ്, പിന്നീട് അറിയുന്നത് 26 പേര് മരിച്ചു. നിങ്ങൾ ഓർക്കണം, 2008 മുംബൈ കലാപം ഉണ്ടായി, മുംബൈ ഭീകരാക്രമണം ഉണ്ടായി. 2008 മുംബൈ ഭീകരാക്രമണം ഉണ്ടായാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്തായിരുന്നു? അതിർത്തി, മിസ്റ്റർ മൻമോഹൻ സിംഗ് ജി, അതിർത്തി നിങ്ങളുടെ കയ്യിലാണ്, ഇന്ത്യൻ സേന നിങ്ങളുടെ കയ്യിലാണ്, അധികാരം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് എന്തേ പാകിസ്ഥാന്റെ മുന്നിൽ ഇങ്ങനെ മുട്ട് വറക്കുന്നത് എന്നാണ് അന്ന് ഇത് ബോംബെ ഭീകരാക്രമണം നടന്ന് 2ാമത്തെ ദിവസമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഇപ്പോഴും നിങ്ങൾക്ക് പരിശോധിക്കാം. അന്ന് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ അവർ നിർത്തി. ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, പഹൽഗാം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശം. ആരാണ് പറഞ്ഞത് അവരോട്? കശ്മീർ ഭദ്രമാണ്, കാശ്മീർ സുരക്ഷിതമാണ്, കാശ്മീരിലേക്ക് വരൂ, സന്ദർശിക്കൂ, ഇവിടെ ഞങ്ങൾ തീവ്രവാദമെല്ലാം അടിച്ചമർത്തി അടക്കും. ആരാണ് പറഞ്ഞത്? ഇന്ത്യ ഗവൺമെൻറ്. അവരങ്ങ് പോയി. ഇത്രയും ആളുകൾ പോകുമ്പോൾ അവർക്ക് സുരക്ഷ ഉണ്ടാവും. ഈ കാര്യങ്ങളൊന്നും ഞങ്ങളിപ്പോൾ കൃത്യമായി ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കാതിരിക്കുന്നു. ഇപ്പോൾ 15 ദിവസം കഴിയുന്നു. ചോദ്യങ്ങളുണ്ട്, പക്ഷെ ചോദ്യം ചോദിക്കാനല്ല കോൺഗ്രസ് നിന്നത്. സംഭവം ഉണ്ടായ ഉടൻ തന്നെ അമേരിക്കയിലായിരുന്ന രാഹുൽ ഗാന്ധി ക്യാൻസൽ ചെയ്ത് കശ്മീരിലേക്ക് എത്തി. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി 24 മണിക്കൂറിനകം കൂടി പ്രമേയം പാസാക്കി പറഞ്ഞു, ഞങ്ങൾ രാജ്യത്തോടൊപ്പമാണ്. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ രാജ്യത്തോടൊപ്പമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയും പറഞ്ഞു. ക്ലീൻ ചെക്ക് കൊടുത്തു. ക്ലീൻ ചെക്ക് നടപടിയെടുക്കാൻ പറഞ്ഞു. നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞു. ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു. അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പുറത്തു പറയുന്നില്ല. നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളതൊന്നും പറഞ്ഞില്ല. അവിടെയും നിലപാടെടുത്തു. കോൺഗ്രസ് പ്രസിഡന്റും എടുത്തു, പ്രതിപക്ഷ നേതാവും എടുത്തു. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. പാകിസ്ഥാനെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല, നടപടി വേണം. നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ ചോരയ്ക്ക് പ്രതികാരമുണ്ടാകണം. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മൈക്കിലൂടെയുള്ള ഭീഷണിയും പൊതുയോഗത്തിലുള്ള ഭീഷണിയും അല്ലാതെ എന്തേ കാര്യങ്ങൾ നടക്കാത്തത്? അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഈസ് വെയിറ്റിംഗ് ഫോർ എൻ ആക്ഷൻ ഫ്രം യു പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ മോഡി. നിങ്ങളുടെ വാക്ക് കൊണ്ടുള്ള വെല്ലുവിളിയല്ല, പ്രവൃത്തി കൊണ്ടുള്ള നടപടിയാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നിങ്ങളോടൊപ്പമാണ് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് 54 ഇഞ്ച് നെഞ്ചൊക്കെ ഉണ്ടല്ലോ, 54 ഇഞ്ച്. അപ്പോൾ അതൊന്ന് കാണിക്കുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്.
ഇതാണ് ദേശസുരക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോൺഗ്രസിന് അതിനൊരു മടിയുമില്ല. മോഡി ഭരിക്കുന്നതുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊന്നും ഞങ്ങളില്ല. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ ഇതുണ്ടായ സാഹചര്യം ചോദിക്കും. ആ ചോദ്യങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ട്. അതിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും ശ്രീ നരേന്ദ്രമോദി. പക്ഷേ ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. അതുകൊണ്ട് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കും. ഇപ്പോൾ ഇവിടെ പുതിയ സാഹചര്യം, കാസ്റ്റ് സെൻസസ് പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2024 നരേന്ദ്രമോദിയുടെ ഒരു പത്രസമ്മേളനം. ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നതെല്ലാം അർബൻ നെക്സൽസ് ആണെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അർബൻ നെക്സൽസ് അദ്ദേഹം ഉപയോഗിച്ച വാചകമാണ്. അർബൻ നെക്സൽസ്. ഇന്ത്യയിൽ 4 ജാതിയേ ഉള്ളൂ. ഒന്ന് സ്ത്രീ, മറ്റൊന്ന് യൂത്ത്, മറ്റൊന്ന് ഫാർമർ, മറ്റൊന്ന് പൂവർ. ഈ 4 ജാതിയേ ഇന്ത്യയിലുള്ളൂ. ഇത് പറഞ്ഞതും നരേന്ദ്രമോദി തന്നെയാണ്. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു ഇന്ത്യ ഗവൺമെന്റ്. ഞങ്ങൾ കാസ്റ്റ് സെൻസസിൽ SC/ST ഒഴിച്ച് മറ്റു സമൂഹങ്ങളെ കാസ്റ്റ് സെൻസസിനകത്ത് എന്യൂമറേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള അഫിഡവിറ്റ് 2024 കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത്. ഇപ്പോൾ പെടുന്നനെ 2025 ഒരു സുപ്രഭാതത്തിൽ കാസ്റ്റ് സെൻസസ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷം. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ കാസ്റ്റ് സെൻസസ് എന്നൊന്ന് പറഞ്ഞാൽ പരിഹാസം, വോഗോവിളി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർത്തിയാക്കാതിരിക്കാൻ BJPയുടെ ബെഞ്ചുകളിൽ നടത്തിയിരിക്കുന്ന എല്ലാം സാക്ഷിയായിട്ട് പാർലമെൻറ്റുണ്ട്. അദ്ദേഹം ഈ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തി. മണിപ്പൂർ മുതൽ മുംബൈ വരെ ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തി. കോടിക്കണക്കിന് ജനങ്ങൾ അണിനിരുന്ന യാത്രയിൽ എല്ലായിടത്തും അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ സാമുദായിക സമതുലിതാവസ്ഥ ഉണ്ടാകണം. ഇന്ത്യ രാജ്യത്തിൻ്റെ വരുമാനം ചെലവഴിക്കപ്പെടുന്നത്, ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പത്ത് ചെലവഴിക്കപ്പെടുന്നത് ജനസംഖ്യാനുപാതികമായിരിക്കണം ഓരോ സമൂഹത്തിനും എന്നുള്ള വ്യക്തമായ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അന്ന് അതിനെ എതിർത്തവർ, കളിയാക്കിയവർ, പുച്ഛിച്ചു തള്ളിയവർ ഇപ്പോൾ പറയുന്നു കാസ്റ്റ് സെൻസസ്. സന്തോഷമുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ശ്രീ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ 4-5 കൊല്ലക്കാലമായി നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യം അവസാനം നരേന്ദ്രമോദിക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിജയമാണ് എന്നുള്ള കാര്യം ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വനിതാ സംവരണ ബില്ല് പ്രഖ്യാപിച്ചു 23 വനിതകൾക്ക് സംവരണ ബില്ല്. നമ്മുടെ സഹോദരിമാരെല്ലാം കാത്തിരിക്കുകയാണ്, എന്നായി ബില്ല് വരിക. രാജ്യം കാത്തിരിക്കുകയാണ്. ഇത് 25 2 കൊല്ലം കഴിഞ്ഞു. ഒരാഴ്ച ഒരു ചെറിയ നടപടി പോലും ഉണ്ടായിട്ടില്ല. അതുപോലെ ആണോ ഇതും? ഇത് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. 2021 സെൻസസ് 4.5 കൊല്ലം വൈകി. 2021 നടത്തുന്ന സെൻസസ് 2025 നടത്തിയില്ല. ഇനി ഇത് എത്ര കാലം വൈകും? എന്താണ് നടപടി? ഞങ്ങൾക്ക് ടൈം ഫ്രെയിം വേണം, ടൈം ലൈൻ വേണം. സമയബന്ധിതമായി പരിപാടി നടപ്പിലാക്കുന്നതിന് പട്ടിക പുറത്തു വേണം. റിസർവേഷൻ്റെ പാറ്റേൺ മാറ്റണം. ഇത് വരുമ്പോൾ ഇത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന ജനങ്ങൾക്ക് രക്ഷ കിട്ടണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റും ഭരണഘടനയെ മുഴുവൻ കാറ്റിൽ പറത്തുകയാണ്. അത് അവിടെ നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കും. ഇവിടെയും ഭരണഘടന എങ്ങനെയൊക്കെ ലംഘിക്കാൻ പറ്റുമോ അത് ലംഘിക്കാനുള്ള ധൃതിയിലാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ വേടനെതിരായി നടന്ന ആക്രമണം, അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് നിയമത്തിൻ്റെ പരിധി കൊണ്ടുവരണം. മയക്കുമരുന്നിനൊന്നും ഞങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കാനില്ല. പക്ഷെ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി കേരളത്തിലെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ്? ഇത് വേടൻ ഒറ്റക്കല്ലല്ലോ. അട്ടപ്പാടിയിലെ മധു എങ്ങനെയാണ് മരിച്ചത്? ഭക്ഷണം കിട്ടാനില്ലാതെ വിശന്ന് കിടക്കുന്ന ഒരു സാധാരണക്കാരായ ദളിത് യുവാവ് അവസാനം ഭക്ഷണം കിട്ടാൻ വേണ്ടി കരഞ്ഞു പറഞ്ഞ് ഒന്ന് ഭക്ഷണം എടുത്തു മോഷ്ടിച്ച പേരിലാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ഒന്ന് ഭക്ഷണം എടുത്തു പോയി കഴിച്ചു എന്നതിൻ്റെ പേരിലാണ് പാവപ്പെട്ട മധു. പോലീസുകാരൻ കൈകാര്യം ചെയ്ത് കൊന്ന വിനായകന്റെ സ്ഥിതി എന്തായിരുന്നു?
മിസ്റ്റർ പിണറായി, എന്ത് വ്യത്യാസമാണ് നിങ്ങളും നരേന്ദ്രമോദിയും തമ്മിൽ ദളിത് സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നതിൽ? കാസ്റ്റ് സെൻസസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഇതുവരെയായിട്ട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് അഭിമാനത്തിൽ പറയാം, കർണാടകയും ഞങ്ങളുടെ ഗവൺമെൻറ് തെലങ്കാനയും ഇത് പാസ്സാക്കി സെൻസസ് തെലങ്കാനയിൽ നടപ്പിലാക്കി. പിണറായി ഇപ്പോൾ പറയുന്നത് ആത്മാർത്ഥതയോടെയാണോ? നിങ്ങളുടെ മനസ്സിപ്പോൾ നിയന്ത്രിക്കുന്നത് ആരാ? പാർട്ട്ണർമാർ, പുതിയ പാർട്ട്ണർമാരില്ലേ പിണറായിക്ക്? ഏറ്റവും വലിയ പാർട്ട്ണർ അദാനിയല്ലേ ഇപ്പോൾ പാർട്ട്ണർ? പിണറായി വിജയന്റെ യഥാർത്ഥ പാർട്ട്ണർ അദാനിയല്ലേ? ആ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഭാഗമല്ലേ കേരളത്തിലെ കമ്മ്യൂണിസം? ഞാൻ പറഞ്ഞു വന്നത് ഈ വേടന്റെ കാര്യത്തിൽ തന്നെ, കേസിൽ തന്നെ ഒരു നല്ല ഗായകൻ, ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞാൽ അത് തിരുത്തി അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നു. ഇതിന് മുൻപ് ഇതുപോലെ കുറ്റം ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ നിലപാടല്ലേ? എന്തിനേറെ പറയുന്നു? കുടിക്കുന്നതിനടിക്കുക പറഞ്ഞ ഒരുപാട് കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. കേരളത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട്, പട്ടികജാതി വകുപ്പിൻ്റെ ഒരു മന്ത്രി വകുപ്പ് കൊടുത്ത് പട്ടികജാതി വകുപ്പ് സ്വന്തം കയ്യിലേൽപ്പിച്ച ശ്രീ കെ കരുണാകരൻ്റെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട്, ഒരു വർഷത്തായി, പട്ടികജാതി വകുപ്പിൻ്റെ ആ സമൂഹത്തിൽപ്പെട്ടൊരു മന്ത്രി പോലും കേരള ക്യാബിനറ്റിലില്ല. ആരും ചോദിക്കുന്നില്ല. കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, UDF ഭരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ചോദ്യങ്ങൾ? ആരും ചോദിക്കുന്നില്ല. ഇപ്പൊ ഭരണഘടനയെ തകർക്കാൻ, അവകാശങ്ങളെ ലംഘിക്കാൻ നരേന്ദ്രമോദിക്ക് പഠിക്കുന്ന പിണറായിയും ഒരേ ഭാഷയിൽ തന്നെയാണ്. നമ്മുടെ ഒറ്റ ലക്ഷ്യം, എന്ത് വില കൊടുത്തും, യാത്ര ദുഷ്കരമായിരിക്കും, മുള്ളു നിറഞ്ഞതായിരിക്കും പാത, ഒരുപാട് വെല്ലുവിളികളുണ്ടാകും, നേരിടേണ്ടി വരും. പക്ഷേ ഞങ്ങളുടെ സജകളിൽ ചോരയുള്ളിടത്തോളം കാലം ഈ നാടിന്, ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അത്യുജ്വലമായ പോരാട്ടവുമായി മുകളിലും താഴെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോരാടുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അത് പിണറായിക്കെതിരാണെങ്കിലും നരേന്ദ്രമോദിക്കെതിരാണെങ്കിലും. അതിൻ്റെ ഭാഗമാണ് സംവിധാൻ ബച്ചാവോ സംസ്ഥാനങ്ങളിൽ, ജില്ലകളിൽ, നിയോജക മണ്ഡലങ്ങളിൽ വ്യാപകമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അത് വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉജ്ജ്വലമായ റാലികൾ എല്ലാ സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റാലികളിലൂടെ ബ്ലോക്കിലും നിയോജക മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാനത്തിലും റാലികളിലൂടെ കോൺഗ്രസ് അതിൻ്റെ കരുത്ത് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ കാവൽ ഭടന്മാരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. മോഡി വന്ന് കോവളത്ത് വന്ന് പ്രസംഗിച്ചു, വിഴിഞ്ഞത്ത്. ഈ പുറമുഖം കണ്ട ചിലർക്ക് ഉറക്കം കിടുന്നു. അദാനിയും, അതായത് കേരളത്തിലൊരു മന്ത്രി അദാനിയെക്കുറിച്ച് പറഞ്ഞതും പാർട്ട്ണറായി പറഞ്ഞതും അതിനൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു രംഗം കണ്ടാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പാർട്ട്ണറാ, പ്രധാനപ്പെട്ട പില്ലർ ഇരിക്കുന്നുണ്ട് ഈ വേദിയിൽ, അത് കണ്ടാൽ ചിലർക്ക്, അത് ഉദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞു. ആയിരിക്കും. അദ്ദേഹത്തിന് ഒരേ ഉദ്ദേശമേ ഉള്ളൂ. അദ്ദേഹം വിമർശിക്കുന്ന ഒരേ ഒരാളെ ഇന്ത്യയിൽ വിമർശിക്കാറുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. അത് ഞങ്ങളുടെ ക്രെഡിറ്റുമായിട്ട് ഞങ്ങൾ കണക്കാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾ എതിർക്കുന്നത്. പക്ഷേ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത രാവ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് മിസ്റ്റർ മോഡി നിങ്ങൾക്കായിരിക്കും. ഞങ്ങൾ കണ്ണിലെണ്ണൊഴിച്ച് ഈ നിലപാടുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യ രാജ്യം നടത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ശ്രീമദ് ദീപാദാസ് മുനിഷി നിങ്ങളോട് സംസാരിക്കും. ഒരു പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിൽ അത്യാവശ്യമായ കാശൊക്കെ ഉണ്ട്, പാൻ കാർഡുണ്ട്. അത് ഇവിടെ വന്ന് വാങ്ങിക്കോളൂ. Good evening. I will not take much of your time, but I wanted to tell you something. K.C. Venugopal ji, our General Secretary, has spoken in detail why we are here for this Sangvidhan Bachao rally and why Congress party has taken an oath to make it at the booth level how to protect our Constitution of India.
Now I'm just remembering one person of Kerala, whose name is Alladi Krishnaswamy Iyer, who was one of the member of that 7-man committee who made this constitution, who wrote this constitution under the leadership of chairmanship of Ambedkar ji. So why we are there to protect our constitution? I will narrate you a small incident. Narendra Modi is famous for as chai wala. He always say that I am become a chai wala, from chai wala I have become the Prime Minister of India. So one day, one of his friends went to his house and he said, please sit. What is your wish? Why you have come over here? So he said that I have a simple wish. I want to have a cup of tea, which you please make it and serve it to me. That is the wish of my life. So Narendra Modi ji replied, brother, I cannot make tea. I can only sell tea. Like today, he cannot make India, but he can sell India, whatever Congress party has made in last 60 years. Why we are here? Constitution is a mirror. Constitution is a legal document. It's the pillar of our society. To give the democratic right, to give the political right, to give the social right, to give the economic right to every citizen of India. But whether we are getting it today or not, KCG told about the Pahalgaon issue. KCG told about the caste census, what Rahul Gandhi ji is talking every day. He was talking for last 3-4 years. For that he did Bharat Jodo Nyay Jatra, the social justice to give everyone. But he was when talking, then the BJP party and his people were laughing at him. But now, they have made it clear that there will be a caste census in the country. So it is a moral victory of Congress party. What Rahul Gandhi has said, they have now, the government has nodded their head. So we have to save our constitution. We have to save our democracy. Because Congress is a secular party. We believe in secularism where Hindu, Muslim, Christian, Sikh, Isai, everyone will be together. So on that belief, we will start our agitation, protest, and to make people believe that we have to save our country, our India, as where the unity in diversity stays and where we stayed united. Thank you so much. Jai Hind. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ആദരണീയനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി സംസാരിക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ, KPCCയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, സംവിധാൻ ബച്ചാവോ റാലി അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ KC വേണുഗോപാൽ, ബഹുമാനിയായ കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുൻ KPCC അധ്യക്ഷന്മാർ ശ്രീ K മുരളീധരൻ, ശ്രീ MM വാസൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനിയായ ഭാരവാഹികൾ, AICCയുടെ സെക്രട്ടറിമാരായ ശ്രീ അരിവഴകൻ, ശ്രീ മൻസൂർ അലി ഖാൻ, ശ്രീ PC വിശ്വനാഥ്, മറ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പാലൂർ രവി, കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദ്, പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ, മറ്റ് ബഹുമാന്യരായ വേദിയിലെ നേതാക്കന്മാരെ,
പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ദേശവ്യാപകമായി സംസ്ഥാന അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയാണ് ഇന്ന് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അനന്തപുരിയിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ജീവവായുവായ ഇന്ത്യൻ ഭരണഘടന എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ തലസ്ഥാനമായി രാജ്യവീതിയിലൂടെ നടന്നു നീങ്ങി ഈ പുത്തരിക്കണ്ട മൈതാനിയിൽ എത്തിച്ചേർന്നത്. ബഹുമാനായ AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി വളരെ സുദീർഘമായി തന്നെ ഈ സംവിധാൻ ബച്ചാവോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. രാജ്യത്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ ഭരണഘടനയെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കാൻ കഴിയും എന്ന് ഗവേഷണം നടത്തിയ ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന സംരക്ഷിച്ചേ മതിയാവും. നമ്മുടെ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത്. നമുക്കിങ്ങനെ ഒരു സുന്ദരമായ ഒരു ഭരണഘടന ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം ഉണ്ടാകുമായിരുന്നോ? സ്വാതന്ത്ര്യത്തിന് ശേഷം 75 വർഷക്കാലം ഈ രാജ്യം മുന്നോട്ട് പോയത്, ഈ രാജ്യം സുസ്ഥിരമായി മുന്നോട്ട് പോയത് ഈ മനോഹരമായ ഈ ഭരണഘടനയിലൂടെയാണ്. നമ്മുടെ നേതാക്കന്മാർ മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാർ അവരുടെ കാഴ്ചപ്പാടുകളെ വാർത്തെടുത്ത ഭരണഘടനാ ശില്പിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന, ഈ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ, ഈ ഭരണഘടനയെ വെല്ലുന്ന മറ്റേതൊരു ഭരണഘടനയും ലോകത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭരണഘടനയിലൂടെ രാജ്യം നേടിയ പുരോഗതി, രാജ്യം നേടിയ വികാസം, രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം, അഖണ്ഡത, ഇതെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായി ആണ് ഉണ്ടായത്. പക്ഷേ BJP അന്നും ഇതിനെ എതിർത്തു. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടന അവരുടെ ലക്ഷ്യമായ, അവരുടെ കാഴ്ചപ്പാടായ RSSന്റെ കാഴ്ചപ്പാട് എന്താണ്? മനുസ്മൃതി. ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറുന്നതിന് അനുയോജ്യമായ ഒരു ഭരണഘടനയാണ് അവർ സ്വപ്നം കാണുന്നത്. അവരുടെ വിചാരധാരയും അതാണ്. പക്ഷേ നമ്മുടെ നേതാക്കന്മാർ ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദുത്വ രാഷ്ട്രമാകാൻ പാടില്ല, ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കണം. ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും ജൂതനും അതുപോലെ തന്നെ എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ രാജ്യം ജീവിക്കണം. ഈ രാജ്യത്ത് അവർ സഹോദരങ്ങളെ പോലെ ജീവിക്കണം. അങ്ങനെയുള്ള ഒരു ഭാരതമാണ് ഈ രാജ്യത്തിന് ആവശ്യം എന്ന് നമ്മുടെ നേതാക്കന്മാർ അവർ വിചാരിച്ചു, അവർ അത് വിഭാവന ചെയ്തു. അത് നമ്മുടെ ഭരണഘടനയിലൂടെ പുറത്തു. ഈ ഭരണഘടന എന്ന് നിലവിൽ വന്നു അന്ന് മുതൽ ഭരണഘടനയെ ആക്രമിക്കുവാനും, ഈ ഭരണഘടനയാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രം നടപ്പാക്കാൻ സംഘപരിവാർ അല്ലെങ്കിൽ RSSന് തടസ്സം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭരണഘടനയെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ അവർ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. പക്ഷേ 10 വർഷം കേന്ദ്രം ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഭരണഘടനയുടെ ചിറകരിയാൻ, ഭരണഘടനയുടെ ഓരോ വകുപ്പുകളും അത് ഭേദഗതി ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കുന്ന തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ വികൃതമാക്കുവാനുള്ള പരിശ്രമം സംഘപരിവാർ ശക്തികൾ ആരംഭിച്ചപ്പോഴാണ്, അത് നരേന്ദ്രമോദി ഗവൺമെന്റിലൂടെ ആരംഭിച്ചപ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രിയങ്കരനും ആരാധ്യനുമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ ഭരണഘടന കൈകളിൽ ഏന്തിക്കൊണ്ട് രാജ്യത്തൊട്ടാകെ സഞ്ചരിച്ചു. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചു. ഇന്ത്യയൊട്ടാകെ ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഭരണഘടന നമ്മൾ സംരക്ഷിക്കണം, ഈ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ ജീവവായുവാണ്, ഈ ഭരണഘടനയിലൂടെ മാത്രമേ നമ്മൾ നമ്മുടെ രാജ്യം വികസിച്ചത്, ഈ ഭരണഘടനയെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന എന്ന ആ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിച്ച, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച, ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ച നേതാവാണ് മറ്റാരുമല്ല ശ്രീ രാഹുൽ ഗാന്ധി എന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ 100 MPമാർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 18ാം ലോക്സഭ നിലവിൽ വന്നതിന് ശേഷം ലോക്സഭയിൽ നടന്ന സത്യപ്രതിജ്ഞ 100 MPമാർ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസിന്റെ MPമാർ ഒരു കൈയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. കോൺഗ്രസ് MPമാർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ
നമ്മൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഇന്ത്യൻ ഭരണഘടന കൂടി സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് നമ്മുടെ നേതാവ് പ്രഖ്യാപിച്ചു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. ആ വഴിത്താരയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ഓരോരോ നിയമങ്ങൾ, ഓരോരോ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്ന് നമ്മുടെ ഭരണഘടനയെ വികലമാക്കാനും വികൃതമാക്കാനും ശ്രമിക്കുമ്പോൾ ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജീവൻ ബലിയർപ്പിച്ചും നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന, ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റാലിയാണ് സംവിധാൻ ബച്ചാവോ. അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടക്കുമ്പോൾ കോൺഗ്രസിന് ആണ് ഈ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള ബാധ്യത. നമുക്ക് ഓരോരുത്തർക്കുമാണ് ഈ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള ബാധ്യത. അംബേദ്കറെ അപമാനിക്കുന്ന, അംബേദ്കറെയും ഭരണഘടനാ ശില്പികളെയും അപമാനിക്കുന്ന നിലപാടുകളാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലം മുതൽ സ്വീകരിച്ചു വരുന്നത്. അത് ചെറുക്കുവാനുള്ള സംഘടനാപരമായ ശക്തി നേടുന്നതിന് വേണ്ടിയാണ് നാം ഈ ജൈത്രയാത്ര നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട AICC ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഇത് സംസ്ഥാന തലസ്ഥാനത്ത് മാത്രമല്ല, ജില്ലകളിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ നിയോജകമണ്ഡലങ്ങളിലേക്ക് പോയി ഈ സംവിധാൻ ബച്ചാവോ എന്ന ക്യാമ്പയിൻ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലും അതിന്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ബഹുമാനപ്പെട്ട AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും എല്ലാം വളരെ വിശദമായി ഇവിടെ പറഞ്ഞ സാഹചര്യത്തിൽ അതിലേക്കൊന്നും കിടക്കാതെ ഈ സംവിധാൻ ബച്ചാവോ റാലി വളരെ വിജയകരമായി സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും ഒപ്പം ഇതിനോടൊപ്പം അണിചേർന്ന കൊല്ലം, പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനരായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ MP സംസാരിക്കും. ആദരണീയനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ അവർകൾ ഭീകരവിരുദ്ധ പ്രതിജ്ഞ അദ്ദേഹം നിർവഹിക്കും. AIC സെക്രട്ടറി ശ്രീ VK അറിവഴകൻ, ശ്രീ AIC സെക്രട്ടറി ശ്രീ മൻസൂർ അലിഖാൻ, മറ്റ് ബഹുമാന്യരായ നേതാക്കളൊക്കെ തന്നെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീക്ഷണത്തിൻ്റെ ആപ്പ്, നമ്മുടെ ഈ പേപ്പറുടെ സബ്സ്ക്രിപ്ഷൻ, അത് വീക്ഷണം പുതിയ രൂപത്തിൽ പുറത്തിറക്കുകയാണ്. മെയ് 31 വരെയുള്ളൊരു പ്രത്യേക ക്യാമ്പയിൻ അതിനായിട്ട് വീക്ഷണം ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു വാർഡിൽ 10 വീക്ഷണം ഈ പേപ്പർ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം. അപ്പോൾ 20,000-ഓളം വരുന്ന വാർഡുകളിൽ 10 ഈ പേപ്പർ വീതം 2 ലക്ഷം ഈ സബ്സ്ക്രിപ്ഷൻ വീക്ഷണത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നത് വീക്ഷണത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. 500 രൂപയാണ് ഒരു സബ്സ്ക്രിപ്ഷൻ. ഇന്ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവർ നിർവഹിക്കും. ഇപ്പോൾ ആദരണീയനായ മുൻ KPCC അധ്യക്ഷൻ ശ്രീ K മുരളീധരൻ അവർ നമ്മെ അഭിസംബോധന സംസാരിക്കും. യോഗത്തിൻ്റെ അധ്യക്ഷൻ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MP, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എന്നിവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാനിവിടെയുള്ള തിരുവനന്തപുരം ജില്ലയിലെയും ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കാനുള്ളൊരു മുഖ്യ കാരണം, വെറും 5 ദിവസത്തെ നോട്ടീസിലാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. അടുത്ത കാലത്തൊക്കെ നടന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രകടനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്തെന്ന് പറയുന്നത്. എന്തെല്ലാം പറഞ്ഞാലും അവസാനം പാർട്ടി എന്ന വികാരം വരുമ്പോൾ പ്രവർത്തകർ ഒറ്റക്കെട്ടാകും എന്നുള്ളതിൻ്റെ തെളിവാണ് 5 ദിവസം കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ മഹാസമ്മേളനം. ഇവിടെ നമുക്കറിയാം, സംവിധാൻ ബച്ചാവോ എന്ന മുദ്രാവാക്യം കൊണ്ട് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് പഹൽഗാമിൽ നമ്മുടെ 26 സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ആ സംഭവം. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനോട് ഒരു മയവും കൂടാതെ തിരിച്ചടിക്കണം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.
പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ദിവസമായിട്ട് 26 നമ്മുടെ സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ഒരു തീവ്രവാദിയെങ്കിലും അറസ്റ്റ് ചെയ്യാനോ വെടിവെച്ചിടാനോ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്? എപ്പോഴും പറയും, ഇവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ വയ്ക്കും വെടി എന്ന് പറയുന്നതല്ലാതെ ഒറ്റ കാര്യം പറയാനുള്ളൂ, വെക്കടേ വെടി. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമല്ലോ. ഒരു തീവ്രവാദിയെപ്പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. എന്നിട്ടാണ് വാചക കസർത്ത് നടത്തിക്കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആകെ നടക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇഡിയും ഉണ്ട്, അത്യാവശ്യം CBI ഉണ്ട്. എവിടെയൊക്കെയാണോ കോൺഗ്രസ് ഭരിക്കുന്നത്, എവിടെയെല്ലാമാണോ BJP വിരുദ്ധ സർക്കാർ ഭരിക്കുന്നത്, അവിടെയൊക്കെ കയറി ഇറങ്ങുന്ന ജോലിയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്. പക്ഷേ കേരളത്തിൽ മാത്രം കയറില്ല. കാരണം നരേന്ദ്രമോദി വിഴിഞ്ഞം ഹാർബറിൻ്റെ ഉദ്ഘാടനത്തിലൊരു കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യ മുന്നണിയുടെ ബാക്ക് ബോണാണ് പിണറായി എന്ന്. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരേക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം. പക്ഷേ അതുകൊണ്ടാണ് കയറേണ്ട സ്ഥലത്ത് മാത്രം ED കയറുന്നില്ല, കയറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ED കയറുന്നു. അതാണ് ഇന്ന് ഇന്ത്യയിലത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും ഒരു സമ്മേളനം, സർക്കാർ പരിപാടിയോ ഇതേതെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ മോഡിയെ വിളിച്ചാൽ പ്രോട്ടോകോൾ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. ലോക്കൽ MLAയോ ലോക്കൽ MPയോ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവരെ പ്രസംഗിപ്പിക്കാൻ പാടില്ല. 2, BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആരാണോ അത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും സ്റ്റേജിൽ ഈക്വൽ സ്റ്റാറ്റസിൽ കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരട്ട ചങ്കനോടാണ്. നിങ്ങൾക്കൊരു സിംഗിൾ ചങ്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത ഒരാളെ സ്റ്റേജിൽ കയറ്റില്ല എന്ന് പറയാനുള്ള നട്ടല് ഈ പിണറായി വിജയനുണ്ടായിരുന്നു. കാരണം നട്ടല് കാണിച്ചാൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, സ്വന്തം കുടുംബക്കാരകത്തേക്ക് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ പിണറായിക്ക് ഇപ്പോൾ ഒറ്റ പണിയേ ഉള്ളൂ. ഏതെല്ലാം നേട്ടങ്ങൾ UDF കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമാപനത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുക. കൊച്ചി മെട്രോ ആരാ കൊണ്ടുവന്നത്? റെയിൽ പണിത് ഉമ്മൻചാണ്ടി, ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി, ആ പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചതും പരീക്ഷണ ഓട്ടം നടത്തിയത് ഉമ്മൻചാണ്ടി, തലേന്ന് 2 കോട്ട് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിണറായി വിജയൻ. ഇതിനേലെ വിഴിഞ്ഞം തുറമുഖം കരുണാകരൻ്റെ ഭാവനയിലുണ്ടായ ഒരു സംവിധാനം ഉമ്മൻചാണ്ടി പ്രായോഗികമാക്കി. തറക്കല്ലിട്ട് അന്ന് തന്നെ വർക്ക് തുടങ്ങി. വെറും തറക്കല്ല് മഴയും വെയിലും കൊണ്ടൊന്നും കിടന്നിട്ടില്ല, അന്ന് വർക്ക് തുടങ്ങി. ഞാൻ പറയുന്നത് 2016 ഇവിടെ ഭരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് 2020 ഈ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ. ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല. എന്നിട്ട് ഒരു നാണവും കൂടാതെ വന്ന് പ്രസംഗിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, പറയുമ്പോൾ അല്പം മോശമാണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുമ്പ് ഒരാൾ വിവാഹം കഴിച്ചു, കുറേ കാലമായിട്ടും കുട്ടികളുണ്ടാവുന്നില്ല, ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. അവസാനം ഡോക്ടർമാർ വിധി എഴുതി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു. വാ മോനെ നിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ UDF സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പ്രകടനം സംഘടിപ്പിച്ചു, നല്ല യോഗം സംഘടിപ്പിച്ചു. അതിനെല്ലാവരെയും ബൂത്ത് പ്രസിഡന്റ് മുതൽ DCC വരെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വീക്ഷണം ഈ പേപ്പറിൻ്റെ ഉദ്ഘാടനം പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ ആദരണീയനായ നമ്മുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഡൽഹിയിൽ അദ്ദേഹം എത്തേണ്ടതുണ്ട്, വിമാനത്തിൽ പോകേണ്ടതാണ്. ശ്രീ ജെയ്സൺ ജോസഫിനെ ക്ഷണിക്കുന്നു. ഒരു നിമിഷത്തിൽ
നമ്മൾ ഏറ്റവും സുപ്രധാനമായൊരു ചടങ്ങ് അവശേഷിക്കുന്നുണ്ട്. മുൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ, നമ്മുടെ സഹോദരങ്ങളെ ഇന്ത്യയുടെ ശത്രുക്കൾ കൊന്നൊടുക്കിയതിൽ പ്രതിഷേധിച്ച് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് സൂചിപ്പിച്ചുകൊണ്ട് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ആദരണീയനായ മുൻ KPCC അധ്യക്ഷൻ ശ്രീ MM ഹസൻ അവർ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതാണ്. ദീപശിഖയും കൊണ്ടുവരും. കാണാം. അതീവ ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ തളരാതെ പോരാടേണ്ട സമയമാണിതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭീകരതയ്ക്കെതിരെ ഇന്നലകളിൽ നിലകൊണ്ടിട്ടുണ്ട്, ഇന്നും നിലകൊള്ളുന്നു, നാളെയും നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പാത ശരിയല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ജാതിയോ മതമോ വിശ്വാസമോ എല്ലാവർക്കുമിടയിൽ പരിഗണിക്കാതെ, ജാതിയോ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ എല്ലാവർക്കിടയിലും സമാധാനവും ധാരണയും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. യുദ്ധവും രക്തച്ചൊരിച്ചിലുമില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് എന്നെയും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെയും എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും മൂല്യങ്ങളും ഭാവിയും മഹത്തായ ഭരണഘടനയും സംരക്ഷിക്കാം. സമാധാനത്തിൻ്റെ ശബ്ദവും ഭീകരതയ്ക്കെതിരായ കവചവുമായി നമുക്ക് മുന്നേറാം. ജയ് ഹിന്ദ്. ഇപ്പുറത്ത് പോയി ഇവരെ ഇവിടെ യോഗ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഒറ്റവാക്കിൽ ആശംസ പറയും. ആദരണീയരായ നേതാക്കൾ AICCയുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ VK അറിവഴകൻ, ശ്രീ മൻസൂർ അലിഖാൻ AICCയുടെ ബഹുമാന്യനായ സെക്രട്ടറി, തിരുവനന്തപുരത്തു നിന്നുള്ള ബഹുമാന്യരായ KPCC ഭാരവാഹികൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ KP ശ്രീകുമാർ, കൊല്ലം ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പഴകുളം മധു, ശ്രീ MM നസീർ തുടങ്ങിയവരെല്ലാം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. മുഴുവൻ നേതാക്കന്മാരുടെയും ആശംസ അറിയിക്കുന്നു. ഒറ്റവാക്കിൽ ആശംസ അറിയിക്കുവാൻ പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ക്ഷണിക്കുന്നു. കൃതജ്ഞത കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിർവഹിക്കും. ബഹുമാന്യനായ ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജീവവായു നൽകിക്കൊണ്ടിരിക്കുന്ന
ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP, ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, കോൺഗ്രസിൻ്റെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗം അടക്കമുള്ള AICCയുടെ സെക്രട്ടറിമാരടക്കമുള്ള KPCC സെക്രട്ടറിമാരടക്കമുള്ള സദസ്സിലുള്ള പ്രിയങ്കരരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ സംരക്ഷണ റാലി നടത്തണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നിർദ്ദേശം തന്നത് 5 ദിവസം മുമ്പാണ്. ഈ 5 ദിവസം കൊണ്ട് ജില്ലയിലെ 75 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുകയും പരമാവധി പ്രവർത്തകരെ ഇവിടെ എത്തിക്കുവാനും കഴിഞ്ഞു. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ പത്തനംതിട്ട ജില്ലയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകരോടും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കൃതജ്ഞത അർപ്പിക്കുവാൻ ആദരണീയനായ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ ശ്രീ രാജേന്ദ്ര പ്രസാദ് അവരെ ക്ഷണിക്കുന്നു. നിരവധി നേതാക്കന്മാർ, ബഹുമാന്യരായ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി ബിന്ദു കൃഷ്ണ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CG സുബോധനൻ, ശ്രീ TU രാധാകൃഷ്ണ അവർകൾ, മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ അവർകൾ, ഏറ്റവും ആദരണീയനായ മുൻ മന്ത്രിയും ജില്ലയിൽ നിന്നുള്ള ബഹുമാന്യനായ നേതാവുമായ ശ്രീ VS ശിവകുമാർ അവർകൾ, ഈസൻ ജോസഫ്, ശ്രീ GS ബാബു, എല്ലാവരുമുണ്ട്. എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുന്നു. കൃതജ്ഞത അർപ്പിക്കുവാൻ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ AK ശശി ഉൾപ്പെടെയുള്ളവരുണ്ട്. എല്ലാവരുടെയും ആശംസ അറിയിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരൻ അവർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത AICCയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ദീർഘമായ ഒരു നന്ദി പ്രകാശനത്തിന് ഞാൻ മുതിരുന്നില്ല. തിരുവനന്തപുരം കണ്ട ഏറ്റവും വലിയൊരു റാലി, അടുത്ത സമയത്ത് നമ്മൾ കണ്ട റാലി, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തെളിയിക്കുന്ന റാലിയാണ് തിരുവനന്തപുരത്ത് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ആ റാലിയിൽ പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകൾ ആ റാലിയിൽ പങ്കെടുത്തു. അവരെയെല്ലാം ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കൊല്ലത്ത് നിന്ന് പരമാവധി ആളുകളെ ചുരുങ്ങിയ ദിവസത്തിനകം എത്തിച്ച് ഇവിടെ റാലിയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ എത്തിയിട്ടുണ്ട്. അവരോടുള്ള കൃതാർത്ഥത രേഖപ്പെടുത്തുന്നു. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് എല്ലാവരോടുമുള്ള കൃതാർത്ഥത രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൻ്റെ ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ അവരോടുള്ള കൃതാർത്ഥത നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത AICCയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP അവരോടുള്ള കൃതാർത്ഥത രേഖപ്പെടുത്തുന്നു. ജില്ലാ പ്രിയങ്കരിയായ ദീപാദാസ് മുൻഷിജി ഇവിടെ സന്നിഹിതയായിരുന്നു, സംസാരിച്ചു. മാഡത്തോടുള്ള കൃതാർത്ഥത രേഖപ്പെടുത്തുന്നു. വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കൊടിക്കുന്ന് സുരേഷ് MP ഇവിടെ പ്രസംഗിച്ചു. അദ്ദേഹത്തോടുള്ള കൃതാർത്ഥത രേഖപ്പെടുത്തുന്നു. മുൻ KPCC പ്രസിഡന്റുമാർ, KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ അടക്കമുള്ള മുഴുവൻ നേതാക്കൾ, ഒട്ടനവധി നേതാക്കൾ ഈ വേദിയിൽ സന്നിഹിതരാണ്. സമയപരിമിതി കൊണ്ട് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടുമുള്ള ഈ സംഘാടക സമിതിയുടെ കൃതാർത്ഥത രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിനെ വിജയിപ്പിക്കുവാൻ തയ്യാറായി വന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള കൃതാർത്ഥത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിർത്തട്ടെ. നന്ദി. ദേശീയഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलजि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे
जागे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे